ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. LP-UP എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സർക്കാർ സ്ഥാപനം എന്ന ഖ്യാതി കേരള കാർഷിക സർവകലാശാലയാണ് സ്വന്തമാക്കിയത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സർക്കാർ സ്ഥാപനം എന്ന ഖ്യാതി കേരള കാർഷിക സർവകലാശാല സ്വന്തമാക്കി. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തി. അടുത്ത ചോദ്യം, 5000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ആണവ പ്രഹരശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ. 5000 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ആണവ പ്രഹരശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ, ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. 5000 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ആണവ പ്രഹരശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. 2023 ലോക മില്ലറ്റ് വർഷമാണ്, അഥവാ ചെറുധാന്യ വർഷമായിരുന്നു. ഓക്കെ, PV സതീഷ് അതുപോലെ ഖാദർ വാലെ എന്നീ രണ്ട് വ്യക്തികളാണ് ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താവുന്നതാണ്. PV സതീഷിനെയും അതുപോലെ 2023 പത്മശ്രീ പുരസ്കാരം നേടിയ ഡോക്ടർ ഖാദർ വാലെയെയും ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്ന് അറിയപ്പെടുന്നു. ഈ PV സതീഷ് രൂപീകരിച്ച ഒരു സംഘടനയുണ്ട്. തെലങ്കാന ആസ്ഥാനമാക്കി രൂപീകരിച്ച സംഘടനയാണ് ഡെക്കാൻ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. ഡെക്കാൻ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് PV സതീഷിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു സംഘടനയാണ് ഡെക്കാൻ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. തെലങ്കാനയാണ് ആസ്ഥാനമായിട്ടുള്ളത്. അതുപോലെ 2023 പത്മശ്രീ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ഡോക്ടർ ഖാദർ വാലെ. ഈ ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം പ്രചരിപ്പിച്ചത് കൺസിഡർ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. കേരള സർക്കാരിൻ്റെ ചെറുധാന്യ ഗ്രാമം പദ്ധതി നടപ്പിലാക്കിയത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണ്. കേരള സർക്കാരിൻ്റെ ചെറുധാന്യ ഗ്രാമം പദ്ധതി നടപ്പിലാക്കിയത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണ്. ജയ്പൂർ സാഹിത്യോത്സവത്തിൽ പുരസ്കാരം നേടിയ മലയാളി കവി ആര്? K. സച്ചിദാനന്ദൻ. ജയ്പൂർ സാഹിത്യോത്സവത്തിൽ പുരസ്കാരം നേടിയ മലയാളി കവി K. സച്ചിദാനന്ദൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2022 ഓടക്കുഴൽ അവാർഡ് നേടിയത് അംബികാസുധൻ മങ്ങാട് പ്രാണവായു എന്ന കൃതിക്കാണ്. പ്രാണവായു എന്ന കൃതിക്കാണ് 2022 അംബികാസുധൻ മങ്ങാടിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണന് കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. കൃതികളുടെ പേരും ഇത് എഴുതിയ ആളുകളുടെ പേരും ഒന്ന് ഓർത്ത് വയ്ക്കുക. അംബികാസുധൻ മങ്ങാട് 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. അത് 52ാമത്തെ ഓടക്കുഴൽ പുരസ്കാരമായിരുന്നു പ്രാണവായു എന്ന കൃതിക്ക്. അതുപോലെ 2023 53ാമത് പുരസ്കാരം PN ഗോപികൃഷ്ണനാണ് ലഭിച്ചത്. കവിത മാംസഭോജിയാണ് എന്ന കാവ്യസമാഹാരത്തിനാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത്. 2021 കൂടി നോക്കാം. സാറ ജോസഫിന് ബുധിനി എന്ന കൃതിക്കാണ് 2021 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2021 സാറ ജോസഫ് ബുധിനി, 2022 അംബികാസുധൻ മങ്ങാട് പ്രാണവായു, 2023 PN ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ്. ഡിജിറ്റൽ ബാങ്കിംഗ് പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഡിജിറ്റൽ ബാങ്കിംഗ് പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. ത്രിപുരയിൽ നടപ്പിലാക്കിയ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് സഹർഷ്. സഹർഷ് എന്നുള്ളത് ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. ത്രിപുരയിലാണ് അത് നടപ്പിലാക്കിയിട്ടുള്ളതും കൂടി ഓർത്തു വയ്ക്കാം. മറ്റൊരു ചോദ്യം, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ച സസ്യം ഏതാണ്? സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ചത് ഏതാണ്? നീലക്കുറിഞ്ഞിയാണ്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ചത് നീലക്കുറിഞ്ഞി. LHS 475b. LHS 475b എന്താണ്? ഒരു എക്സോ പ്ലാനറ്റാണ്. അതായത് സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹം. ഭൂമിയുടെ അതേ വലിപ്പമുള്ള സൗരയൂഥത്തിന് പുറത്തുള്ളൊരു ഗ്രഹമാണ് LHS 475b. ഒരു എക്സോ പ്ലാനറ്റ് ആണെന്ന് പറയാം. ഈ എക്സോ പ്ലാനറ്റിനെ കണ്ടെത്തിയത് നാസ ബഹിരാകാശത്തേക്ക് അയച്ച ഒരു ടെലസ്കോപ്പാണ്. 2021 നാസ ബഹിരാകാശത്തേക്ക് അയച്ച ജെയിംസ് വെബ് എന്ന പേരുള്ള ടെലസ്കോപ്പാണ് LHS 475b എന്ന എക്സോ പ്ലാനറ്റിനെ കണ്ടെത്തിയത്. അടുത്തൊരു ചോദ്യം, പിങ്കള കേശിനി എന്ന കവിതാ സമാഹാരം എഴുതിയത് ആര്? നമുക്ക് ഉള്ളൂരിൻ്റെ പിങ്കളയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് പിങ്കള കേശിനി.
കവിതാ സമാഹാരമാണ് എഴുതിയത് ജയകുമാർ. ജയകുമാറാണ് പിങ്കള കേശിനി എന്ന കവിതാ സമാഹാരം എഴുതിയത്. 2023 പന്തളം കേരളവർമ്മ പുരസ്കാരം നേടിയ കവിതാ സമാഹാരമാണ് പിങ്കള കേശിനി. അതുപോലെ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന നോവൽ എഴുതിയത് എം മുകുന്ദനാണ്. എം മുകുന്ദൻ്റെ നോവലാണ് നൃത്തം ചെയ്യുന്ന കുടകൾ. 2022 ബഷീർ പുരസ്കാരം നേടിയ ഒരു കൃതിയാണ്. അപ്പോൾ പിങ്കള കേശിനി ജയകുമാർ, നൃത്തം ചെയ്യുന്ന കുടകൾ എം മുകുന്ദൻ. സഹർഷ എന്നത് ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഒരെണ്ണമാണ് വിദ്യാവാഹിനി. അതായത് ഗോത്രസാരഥി എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു പ്രോജക്റ്റായിരുന്നു ഗോത്രസാരഥി എന്ന് പറയുന്നത്. ഈ ഗോത്രസാരഥി പദ്ധതിയുടെ പുതിയ പേരാണ് വിദ്യാവാഹിനി. പട്ടികജാതി പട്ടികവർഗ വകുപ്പും അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് വിദ്യാവാഹിനി എന്നുള്ളത്. നെക്സ്റ്റ് ഒരു പോയിന്റ്, ഫ്രീഡം വാൾ മ്യൂറൽ ആർട്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചുവർ ചിത്രമാണ്. ഗവൺമെൻറ് സംസ്കൃത കോളേജ് തിരുവനന്തപുരത്താണ് ഫ്രീഡം വാൾ മ്യൂറൽ ആർട്ട് കാണപ്പെടുന്നത്. ഇനി മറ്റൊരു പോയിന്റാണ് വാൾ ഓഫ് പീസ് ചുവർ ചിത്രം പാലക്കാട് ചെർപ്പുളശ്ശേരിയിലാണ് വാൾ ഓഫ് പീസ് ചുവർ ചിത്രം. ഓക്കെ, നെക്സ്റ്റ് അനീമിയ മുക്ത കേരളം ക്യാമ്പയിൻ്റെ പേരെന്താണ്? അനീമിയ മുക്ത കേരളം ക്യാമ്പയിൻ വിവാ കേരളം എന്നാണ് അറിയപ്പെടുന്നത്. വിവാ കേരളം എന്നതാണ് അനീമിയ മുക്ത കേരളം ക്യാമ്പയിൻ അറിയപ്പെടുന്ന പേര്. 2023-24 കേന്ദ്ര ബജറ്റ് പ്രകാരം 2047 കൂടിയിട്ട് നമ്മുടെ സിക്കിൾ സെൽ അനീമിയയെ പൂർണ്ണമായും ഇല്ലാതാക്കുവാനുള്ള പ്രത്യേക പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനീമിയ മുക്ത കേരളം ക്യാമ്പയിൻ്റെ കേരള തലത്തിലുള്ള പദ്ധതിയാണ് വിവാ കേരള, അനീമിയ മുക്ത കേരളം. ഓക്കെ, നെക്സ്റ്റ് ട്രീ ടീച്ചർ എന്നറിയപ്പെടുന്നത് ആര്? ട്രീ ടീച്ചർ എന്നറിയപ്പെടുന്നത് ഭേരാറാം ഭഗർ ആണ്. ഭേരാറാം ഭഗർ, അതായത് 24 വർഷത്തിനിടെ 4 ലക്ഷം മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് കുടുംബ വനവൽക്കരണ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ് ഭേരാറാം ഭഗർ. അവർ ട്രീ ടീച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന കൃതി എഴുതിയത് ആര്? MB രാജേഷാണ് പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന കൃതി എഴുതിയത്. അതുപോലെ വഴിയിൽ വീണ വെളിച്ചം എന്നത് ഒരു കവിതയാണ്. PR ഗോപിനാഥൻ നായരുടെ കവിതയാണ് വഴിയിൽ വീണ വെളിച്ചം. ഗാന്ധി വധം പ്രമേയമാക്കി എഴുതിയ ലോകത്തെ ഞെട്ടിച്ച വെടിയൊച്ചകൾക്ക് പിന്നിൽ മറ്റേ കൃതിയാണ് വിചാരങ്ങൾ വിചിന്തനങ്ങൾ. ഈ 2 കൃതിയുടെയും പ്രമേയം എന്നത് ഗാന്ധി വധമാണ്. ഇത് എഴുതിയിട്ടുള്ളത് സി ദിവാകരനാണ്. ഗാന്ധി വധം പ്രമേയമാക്കിയിട്ട് ലോകത്തെ ഞെട്ടിച്ച വെടിയൊച്ചകൾക്ക് പിന്നിൽ എന്ന കൃതിയും അതുപോലെ വിചാരങ്ങൾ വിചിന്തനങ്ങൾ എന്നീ 2 കൃതികളും എഴുതിയിട്ടുള്ളത്. ഇനി താർക്കികരായ ഇന്ത്യക്കാർ എന്നത് അമർത്യാസൻ രചിച്ചിട്ടുള്ള ഒരു കൃതിയാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് ഈ താർക്കികരായ ഇന്ത്യക്കാർ എന്ന് അറിയപ്പെടുന്ന പുസ്തകം. അമർത്യാസൻ്റെയാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി നാഷണൽ ജീനോം എഡിറ്റിംഗ് ആൻഡ് ട്രേഡിംഗ് സെൻറ്റർ സ്ഥാപിച്ചത് എവിടെയാണ്? പഞ്ചാബിലെ മൊഹാലി എന്ന സ്ഥലത്താണ്. പഞ്ചാബിലെ മൊഹാലിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി നാഷണൽ ജീനോം എഡിറ്റിംഗ് ആൻഡ് ട്രേഡിംഗ് സെൻറ്റർ സ്ഥാപിച്ചത്. സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. നമ്മൾ മറ്റുള്ള എക്സാമിന് പഠിക്കുന്ന പോലെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കേണ്ട. നമ്മളുടെ ഓരോ ടോപ്പിക്കിലും ഇൻക്ലൂഡ് ആവുന്ന സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണല്ലോ നമ്മൾ LP UPക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്